നല്ല പടം. ഡയറക്ടർ ബ്രില്യൻസ് നല്ല രീതിയിലുണ്ട്. വെറ്റർമാരുടെ പടമല്ലേ, ഇഷ്ടപ്പെടാതിരിക്കോ? അഭിനയം പടം നൈസായിരുന്നു, പക്ഷെ കണ്ടന്റ് ക്രൂഷ്യൽ കണ്ടന്റ്. സീൻ പടം ക്ലാസ്. സൂര്യക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ വന്നു പോകുന്നു. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ ഉള്ളൂ. കുഴപ്പമില്ല, ഫസ്റ്റിന്റെ അത്ര ഇല്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ചെറിയ ലാഗ് ഉണ്ട്, എന്നാലും കണ്ടിരിക്കാം. അങ്ങനെയല്ലല്ലോ വെറ്റർമാരുടെ പടമല്ലേ, അങ്ങനെയൊന്നുമില്ല. നല്ല റിയലിസ്റ്റിക് ആണ്, പക്ഷെ അത് എല്ലാവർക്കും വർക്കാവൂല ഈ പടം. ഫസ്റ്റിന്റെ അത്ര എന്തായാലും വർക്കാവൂല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഗുഡ് മോർണിംഗ്. പാർട്ട് 1 ഇഷ്ടപ്പെട്ടെങ്കിൽ 2 കാണാം. പാർട്ട് 1 സൂര്യയുടെ അഴിഞ്ഞാട്ടമാണെങ്കിൽ പാർട്ട് 2 വന്നിട്ട് വിജയ് സേതുപതിയുടെ അഴിഞ്ഞാട്ടമാണ്. 1 ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണാം. ഓരോരുത്തർക്ക് ചിലപ്പോൾ എൻഡിങ് ഞാൻ ഒന്നും പറയണില്ല, സ്പോയിലർ ആയി പോകും. കൊള്ളാം. മഞ്ജു വാര്യറിന് ഒരു എന്താ പറയണ്ടത്, നല്ലൊരു റോളുണ്ട് ഇതിനകത്ത്. മ്യൂസിക്കാണ്. നെക്സ്റ്റ് വിജയ് സേതുപതിയുടെ ആക്ടിങ് ആണ്, പിന്നെ ഡയറക്ഷൻ. നമ്മൾ എതിർപാർക്കുന്ന സബ്ജക്റ്റിൽ മൂവി പോകാത്, ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുള്ളി ടോൾഡ് അബൌട്ട് ദ കമ്മ്യൂണിസം ആൻഡ് ദ പീപ്പിൾസ് റൈറ്റ്സ്. Originally, one is what I can say, it's a first line. This is the end line. So we want to say in the first part, which all is in the second part actually. மூணாவது பார்ட்டு திருச்சி வரும். ஏன்னா விஜய் சேதுபதி ஒரு தோழன் அமுச்சு விட்டுச்சுல்ல, அந்த தோழன் திருச்சி வரும். மூணாவது பார்ட்டு கண்டிப்பாக எடுക്കാൻ വായ്പ കിട്ടും. പടം കൊള്ളാം. വെട്രിമാരൻ സ്റ്റൈൽ ടൈപ്പ് മൊത്തം ആ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് തന്നെയാണ് ഇതിനകത്തും. പിന്നെ പേഴ്സണലി എനിക്ക് ഫസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതിനകത്ത് വിജയ് സേതുപതിക്കാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് സൂര്യക്കാൾ. നല്ല ഫിലിമായിരുന്നു. കുഴപ്പമില്ല ബ്രോ, ഓക്കെയാണ്. എടുത്തു പറയാനുള്ളത് പഴയ പോലെ തന്നെയാണ് മേക്കിംഗ്, പക്ഷെ കുറച്ച് സ്ലോ പേസ് ആയിട്ട് തോന്നി. അവസാനം ഒരു കൺക്ലൂഷൻ പോരായിരുന്നു.